ഈ ടോപ്പിക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1 ഓൺ ദി ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 1-5. ഒരു ഫംഗ്ഷൻ തന്നേക്കുന്നത് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 1-5. ഇതിൽ ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് നോക്കി ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ. ഇനി അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് നോക്കാനായിട്ട് ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് എടുക്കുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് എടുക്കുക. ഇതിന്റെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റന്റ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 2 × 3x² 6x². ഇവിടെ 15 കോൺസ്റ്റന്റ് x²ന്റെ 2x, അപ്പോൾ -30x പ്ലസ് 36xന്റെ ഡെറിവേറ്റീവ് 36. ഇതിലൊക്കെ 6 കോമൺ ആണ്, സോ 6 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 6 × x² മൈനസ് 5x പ്ലസ് 6. ഈ x² മൈനസ് 5x പ്ലസ് 6ന് നമുക്ക് x - 2 × x - 3 എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഈ എഫ് ഡാഷ് എക്സ് ഒരു 0 ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 3. ഈ എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ, അതായത് എഫ് ഡാഷ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ആൾ 0. ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ 0 അല്ലെങ്കിൽ ഇയാൾ 0 ഇയാൾ 0. ഇത് 6 ആണ്, ഇത് ഒരിക്കലും 0 ആവില്ല. പിന്നെ x - 2 0 ആവണം, അല്ലെങ്കിൽ x - 3 0 ആവണം. x - 2 എപ്പോഴാണ് 0 ആവുക? x ഈക്വൽ ടു 2 ആവുമ്പോൾ. x - 3 എപ്പോഴാണ് 0 ആവുക? x ഈക്വൽ ടു 3 ആവുമ്പോൾ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്റർവെല്ലിന്റെ ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് കൂടി എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 4 പോയിന്റ്സ് കിട്ടി. ഈ 4 പോയിന്റ്സിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് എഴുതി, ഓരോ പോയിന്റിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഴുതി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1 ആണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഓരോ ക്രിട്ടിക്കൽ പോയിന്റും എടുത്തെഴുതാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് പ്ലസ് എൻഡ് പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ x = 2 ഉം 3 ഉം, എൻഡ് പോയിന്റ്സ് 1 ഉം 5. അപ്പോൾ നമ്മൾ ആദ്യം x = 2 കൊടുത്തു. 2ൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 2 × 2³ മൈനസ് 15 × 2² പ്ലസ് 36 × 2 പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 2³ 8, 2 × 8 എന്ന് പറഞ്ഞാൽ 16, 2² 4, 15 × 4 60. അപ്പോൾ ഇവിടെ 16 മൈനസ് 60 എന്ന് വെച്ചാൽ -44. 36 × 2 72, -44 പ്ലസ് 72 എന്ന് പറയുമ്പോൾ 28 പ്ലസ് 1 29. ഇതാണ് എഫ് ഓഫ് 2ന്റെ വാല്യൂ. ഇനി അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് x = 3 കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 × 3³ മൈനസ് 15 × 3² പ്ലസ് 36 × 3 പ്ലസ് 1. ഇതിന്റെ വാല്യൂ നോക്കുമ്പോൾ 3³ പറഞ്ഞാൽ 27, 2 × 27 54, 3² 9 ആണ്, 15 × 9 135. അപ്പോൾ 54 മൈനസ് 135 എന്ന് പറഞ്ഞാൽ -81 ആയി. ഇത് 108, -81 പ്ലസ് 108 എന്ന് പറഞ്ഞാൽ 27 ഒന്നും കൂട്ടിയ 28. ഇതാണ് എഫ് ഓഫ് 3യുടെ വാല്യൂ. ഇനി അടുത്തത് നമ്മുടെ ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് എടുക്കുക. അതായത് x = 1 എടുക്കുക. 1ലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. അപ്പോൾ 2 × 1³ മൈനസ് 15 × 1² പ്ലസ് 36 × 1 പ്ലസ് 1. അപ്പോൾ ഇതിന്റെ വാല്യൂ നോക്കുമ്പോൾ 2 മൈനസ് 15 പ്ലസ് 36 പ്ലസ് 1. 2 മൈനസ് 15 എന്ന് പറഞ്ഞാൽ -13, പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 23 ആയി, പ്ലസ് 1 എന്ന് പറയുമ്പോൾ 24. അടുത്ത് x = 5 കൊടുക്കുക. 5 കൊടുക്കുമ്പോൾ 2 × 5³ മൈനസ് 15 × 5² പ്ലസ് 36 × 5 പ്ലസ് 1. വാല്യൂ നോക്കുമ്പോൾ 5³ പറഞ്ഞാൽ 125, 2 × 125 250,
5ന്റെ സ്ക്വയർ 25, 15 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 375. അപ്പൊ 250 മൈനസ് 375 എന്ന് പറഞ്ഞാൽ മൈനസ് 125 ആയി. 36 × 5 180, മൈനസ് 125 പ്ലസ് 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55, പ്ലസ് 1 പറയുമ്പോൾ 56. നമുക്കിപ്പോൾ കിട്ടിയേക്കണേൽ ഏറ്റവും മാക്സിമം വാല്യൂ 56 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയാം. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈക്വൽ ടു 56, അബ്സല്യൂട്ട് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയാം. ഇനി ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ 24 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയാം. അപ്പോൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈക്വൽ ടു 24 അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ 56ഉം ഏറ്റവും മിനിമം വാല്യൂ 24 ആണ്. ഇൻ ദി ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 1, 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 12x raised to 4/3 minus 6x raised to 1/3 defined on closed interval -1, 1. ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ -1, 1 ഇങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് മിനിമോ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ. സോ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാനായിട്ട് എഫ് ഡാഷ് എക്സ് എടുക്കുക, 0 ആവണ പോയിന്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എഫ് ഡാഷ് എക്സ് എടുത്തു. 12 കോൺസ്റ്റന്റ് ആണ്. എക്സ് റേസ് ടു 4/3 ഡെറിവേറ്റീവ് 4/3 ഇൻറ്റു എക്സ് റേസ് ടു 4/3 - 1, അതായത് എക്സ് റേസ് ടു 1/3 എന്ന് കിട്ടും. ഇതേപോലെ 6 കോൺസ്റ്റന്റ് എക്സ് റേസ് ടു 1/3 ഡെറിവേറ്റീവ് 1/3 ഇൻറ്റു എക്സ് റേസ് ടു -2/3 എന്ന് കിട്ടും. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 12നെ 3 കൊണ്ട് വെട്ടി, ഇപ്പോൾ 4. അപ്പോൾ നമുക്ക് 16 എക്സ് റേസ് ടു 1/3 മൈനസ് 2 എക്സ് റേസ് ടു -2/3 എന്ന് എഴുതാം. അതായത് ഇതിന് ഒരു 2 ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 8 എക്സ് റേസ് ടു 1/3 മൈനസ് എക്സ് റേസ് ടു -2/3 നമുക്ക് 1/x റേസ് ടു 2/3 എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഏകദേശം എഫ് ഡാഷ് എക്സ് വരിക. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. അപ്പം ഇത് 0 ആവുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് വെക്കാം. അപ്പോൾ 8 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു 2/3 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1/3 പ്ലസ് 2/3, അതായത് എക്സ് റേസ് ടു 1 എന്ന് വരും, -1 എക്സ് റേസ് ടു 2/3. ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. ഇത് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഈ ന്യൂമറേറ്റർ 0 ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8x - 1 ഈക്വൽ ടു 0 വരണം. അതായത് 8x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1/8. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 1/8. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ നമുക്ക് ഇതിന്റെ എൻഡ് പോയിന്റ്സ് കൂടി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ പോയിന്റ്സ് എഫ് ഓഫ് എക്സ്, പോയിന്റ്സ് എടുത്തു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 12x റേസ് ടു 12 ഇൻറ്റു എക്സ് റേസ് ടു 4/3 മൈനസ് 6x റേസ് ടു 1/3 ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ ഇപ്പം കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് 1/8 കിട്ടി. ഇതുപോലെ ഈ ഇന്റർവെല്ലിലെ എൻഡ് പോയിന്റ്സ് -1ഉം 1ഉം കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ എക്സ് ഈക്വൽ ടു 1/8 കൊടുക്കുക. 1/8 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് എഫ് ഓഫ് 1/8ന്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് കാണുന്നിടത്തൊക്കെ 1/8 കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ 12 ഇൻറ്റു 1/8 ഓൾ റേസ് ടു 4/3 മൈനസ് 6 ഇൻറ്റു 1/8 ഓൾ റേസ് ടു 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 1/8 റേസ് ടു 4/3 എന്ന് പറയുമ്പോഴേ 1/8 റേസ് ടു 1/3 ഓൾ റേസ് ടു 4 ചെയ്യുക. അതാണ് എളുപ്പം. അപ്പോൾ 1/2 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതേ റേസ് ടു 4 എന്ന് പറയുമ്പോൾ 1/16. ഇവിടെ 1/8 ഓൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് മുകളിലും താഴെയും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ 3/4 എന്ന് കിട്ടി. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടി. അപ്പോൾ 3/4 - 3 ക്രോസ് ചെയ്യുക. അപ്പോൾ 3 - 12/4, അതായത്
-9/4 എന്ന് കിട്ടി. അപ്പം ഇതാണ് എഫ് ഓഫ് 1/8ൻ്റെ ഉത്തരം, -9/4. ഇനി അടുത്ത വാല്യൂ കൊടുത്തു, x = -1 കൊടുത്തു. അപ്പം ഇതിൽ x = -1 കൊടുക്കുമ്പോൾ 12 × -1/4/3, അതായത് -1/1/3 all raised to 4. അപ്പോൾ ഈ all raised to 4 ഉള്ള കാരണം ആ ഉത്തരം 1 ആയി. അപ്പോൾ 12 × 1 12 എന്ന് കിട്ടി. -6 × -1/1/3, -1/1/3 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 12 - 6 × -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 + 6 18 എന്ന് കിട്ടി. ഇനി അടുത്തത് x = 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ 1 കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്, x കാണുന്നത് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 1ന്റെ ഏത് പവറും 1 തന്നെയാണ്. സോ 12 - 6 വെറും 6 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 18 ആണ് അറ്റ് x = -1. ഇനി ഇതിലെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് -9/4 ആണ് at x = 1/8. An Apache helicopter of enemy is flying along the curve given by y = x² + 7. അതായത് നമ്മുടെ ഒരു എനിമിയുടെ ഒരു ഹെലികോപ്റ്റർ y = x² + 7 എന്ന കർവിന്റെ ഷേപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്ര. അപ്പോൾ y = x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരാബോളയാണ്. അപ്പോൾ y = x² + 7 എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ പരാബോള. അപ്പോൾ നമ്മുടെ ഒരു ഹെലികോപ്റ്റർ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ എനിമിയുടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു എനിമിയുടെ ഹെലികോപ്റ്റർ. എ സോൾജിയർ പ്ലേസ്ഡ് അറ്റ് 37. ഒരു സോൾജിയർ അയാൾ 37 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇരിക്കണം. അപ്പോൾ ഇതാണ് 37 എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഒരു സോൾജിയർ നിൽക്കണം 37. ഈ സോൾജിയർക്ക് ഈ ഹെലികോപ്റ്റർ അയാളുടെ ഏറ്റവും ക്ലോസ് റേഞ്ചിൽ എത്തുമ്പോൾ ഷൂട്ട് ചെയ്യണം. ഈ ഹെലികോപ്റ്റർ ഇയാളുടെ ഏറ്റവും ക്ലോസ് റേഞ്ചിൽ എത്തുമ്പോൾ ഷൂട്ട് ചെയ്യണം, അതായത് ഏറ്റവും നിയറസ്റ്റ് ആയിരിക്കുമ്പോൾ അയാൾക്ക് ഷൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് ഇയാൾക്ക് ഏറ്റവും അടുത്തെത്തുമ്പോഴാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ആ സമയത്ത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിചാരിക്കരുത് ഇവിടെ വെച്ചാണ് ഇത് ഏറ്റവും അടുത്തെത്തുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ എക്സ് ആണെന്ന് വെക്കുക. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റ് x² + 7 ആയിരിക്കും. അപ്പോൾ x, x² + 7 ആണ് ഈ പോയിന്റ് എന്ന് വെക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഏറ്റവും മിനിമം ആക്കണം. ഈ ഡിസ്റ്റൻസ് നമുക്കതിനെ d എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് ആയത് കാരണം d, ഡിസ്റ്റൻസ് = രണ്ട് പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് കാണാനായിട്ട് ഒരു ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ കുറയ്ക്കുക അതിൻ്റെ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റുകൾ തമ്മിൽ കുറയ്ക്കുക അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ വരിക എക്സുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ x - 3² പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ x² + 7 - 7 എന്ന് വെച്ചാൽ 7 - 7 പോയി x² എന്ന് കിട്ടി. x² that is equal to √x - 3² പ്ലസ് x⁴ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഈ രണ്ട് പോയിന്റ്സ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിവിടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഫംഗ്ഷൻ ആയിട്ട് ജസ്റ്റ് d² എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതായത് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ മാക്സിമം ആകുമ്പോഴാണല്ലോ ഇതിൻ്റെ ഉത്തരം മാക്സിമം ആവുക. അതുപോലെ റൂട്ടിൻ്റെ ഉള്ളിൽ മിനിമം വരുമ്പോഴാണ് ഇതിൻ്റെ ആൻസറും മിനിമം ആവുക, നമുക്കറിയാവുന്നതാണ്. സോ ഇതിന് നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് d²x = x - 3² പ്ലസ് x⁴ എന്ന് സങ്കല്പിക്കുക. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് സങ്കല്പിക്കുക. റൂട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ മാക്സിമം കിട്ടുന്ന അതേ പോയിന്റിൽ തന്നെ ആയിരിക്കും റൂട്ട് ഇല്ലെങ്കിലും മാക്സിമം വരിക. അതായത് ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 16 വന്നു 25 വന്നു. റൂട്ട് 16 ആണോ റൂട്ട് 25 ആണോ വലുത്? റൂട്ട് 25 ആണ് വലുത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ ആ കേസും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതും എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഇതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ ഈ റൂട്ട് മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മാക്സിമം മിനിമം കാണുമ്പോഴും ഇയാളുടെ അതേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ d²x എടുത്തു. ഇനി ഇത് എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. d²x ഡെറിവേറ്റീവ്, അതായത് നമ്മളിപ്പോൾ തൽക്കാലം അതിനെ d²-x എന്ന് എടുത്തു. ഈക്വൽ ടു ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 2 × x - 3
x⁴ ഡെറിവേറ്റീവ് 4x³. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഇത് ഈക്വൽ ടു 0 എന്ന് സങ്കല്പിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലൊരു 2 കോമൺ ആണ്. 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ നമുക്ക് x-3 പ്ലസ് 2x² എന്ന് കിട്ടി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് 2x² പ്ലസ് x-3 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിന് നമുക്കൊന്ന് രണ്ട് പേരുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഈ കിടക്കുന്ന ആളെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ അതിനായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 2 ഇൻറ്റു ഈ പ്ലസ് എക്സിനെ മിഡിൽ ടേമിനെ -2x പ്ലസ് 3x എന്ന് എഴുതാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് 2x ഉണ്ട്. അപ്പോൾ 2x ഇൻറ്റു x-1. ഇവിടെ രണ്ട് ടേമിലും 3 കോമൺ ആണ്. അപ്പോൾ 3 ഇൻറ്റു x-1 ഈക്വൽ ടു 0. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 ഇൻറ്റു ഇതിൽ രണ്ടിലും x-1 കോമൺ ആണ്. സോ നമുക്കിതിനെ 2 ഇൻറ്റു 2x പ്ലസ് 3 ഇൻറ്റു x-1 എന്ന് എഴുതാം. x-1 ഇങ്ങനെ എഴുതാം. ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ 0 ആവണം, അല്ലെങ്കിൽ ഇയാൾ 0 ആവണം. അതായത് ഒന്നെങ്കിൽ x ഈക്വൽ ടു -3/2 ആവണം, അല്ലെങ്കിൽ x ഈക്വൽ ടു 1 ആവണം. x ഈക്വൽ ടു 1 ആവണം. ഒന്നെങ്കിൽ x ഈക്വൽ ടു -3/2 ആവണം, അല്ലെങ്കിൽ x ഈക്വൽ ടു 1 ആവണം. ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന ഡിസ്റ്റൻസ്, അതായത് d²x-ന്റെ ഡെറിവേറ്റീവ് 0 ആവുക. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളിലാണ് ഇത് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടാവുക എന്നർത്ഥം. പക്ഷേ ഓക്കെ, ഈ രണ്ട് പോയിന്റുകളിലായിരിക്കും മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടാവുക. ഇനി അതിൽ മിനിമം ആണോ മാക്സിമം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ d²x എന്ന് പറഞ്ഞ നമ്മൾ എടുത്ത ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടി. ഒന്നല്ല, രണ്ട് പോയിന്റ്സ് കിട്ടി. x ഈക്വൽ ടു 1ഉം അതുപോലെ x ഈക്വൽ ടു -3/2. ഈ രണ്ട് പോയിന്റ്സിലാണ് f'(x) അപ്പം അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആവണമെന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ d²x-ന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് അതാണെങ്കിൽ d(x)ൻ്റെയും ക്രിട്ടിക്കൽ പോയിന്റ്സ് സെയിം തന്നെ. അപ്പോൾ നമ്മളിവിടെ d(x) ഒന്നുകൂടി എടുത്ത് എഴുതി. √x-3² പ്ലസ് x⁴. നമുക്ക് കിട്ടിയ പോയിന്റ്സ് നോക്കി. ആദ്യം കിട്ടിയത് x ഈക്വൽ ടു 1 ആണ്. x ഈക്വൽ ടു 1-ലെ d(x)ന്റെ വില കണ്ടു. അപ്പോൾ നമുക്ക് √5 എന്ന് കിട്ടി. അടുത്ത x ഈക്വൽ ടു -3/2-ല് ഈ പറയുന്ന d(x)ന്റെ വില കണ്ടു. അപ്പോൾ നമുക്ക് √405/16 എന്നാണ് കിട്ടുന്നത്. 405/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി √25 സംതിങ്, എന്തായാലും √5-നേക്കാൾ വലിയൊരു വാല്യൂ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ കിട്ടിയേക്കണം f(x)ന്റെ അല്ലെങ്കിൽ d(x)ന്റെ ആൻസറുകൾ. അപ്പോൾ ഇതിലെ ഈ തന്നിരിക്കുന്നതിൽ ഇതിന് കിട്ടിയതിൽ ഏറ്റവും ചെറിയ വാല്യൂ √5 ആണ്. അപ്പോൾ ഈ √5 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അബ്സല്യൂട്ട് മിനിമം ആയിരിക്കും. ഇപ്പോൾ കിട്ടിയേക്കണതിൽ ഏറ്റവും മിനിമം വാല്യൂ √5 ആണ്. സോ ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മിനിമം. അതായത് ഈ d(x) ഏറ്റവും മിനിമം ആവുക, അല്ലെങ്കിൽ ഈ d(x) എന്ന് പറയുന്ന ആ ഒരു എനിമി ഹെലികോപ്റ്ററും നമ്മുടെ സോൾജറും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √5 ആയിരിക്കും. ആ ഡിസ്റ്റൻസ് വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അതായത് ആ പരാബോളയിലെ 1,1² + 7 180 എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുമ്പോഴാണ് ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുക. ആ ഡിസ്റ്റൻസ് √5 ആയിരിക്കും.